ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. ഞാൻ ഇന്ന് വന്നത് ഇന്റർനെറ്റ് അഥവാ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5-6 കാര്യങ്ങളായിട്ടാണ്. അപ്പൊ അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ ടിപ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതായത് ഇന്റർനെറ്റ് അഥവാ സോഷ്യൽ മീഡിയ നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം. കാരണം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, എന്റെ ഇന്റർനെറ്റ്, എന്റെ മൊബൈല്, അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി പുട്ട് ബിഹൈൻഡ് ദ ബാസ്, അതായത് ജയിലിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് തന്നെ. അപ്പൊ അതെന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അതിൽ നമുക്ക് ഫസ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ ഇന്നാണ് ഈ അടുത്തൊരു സുഹൃത്തായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ ആളൊരു ലിങ്ക് അയച്ചു തന്നു. അതൊരു ഫേക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു ഇത് ഫേക്ക് ലിങ്ക് ആണ്. അപ്പൊ പറഞ്ഞു എനിക്ക് ഇന്നലെ എത്തുന്ന കിട്ടിയതാണ്, ഞാനത് അതോ എന്താ സത്യം നോക്കിയിട്ട് ഞാനത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു കാര്യമാണ്. അത് ലാസ്റ്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇന്റർനെറ്റിൽ മെയിൻ ആയിട്ട് ഷെയർ ചെയ്യാൻ പാടാത്ത ചൈൽഡ് പോണോഗ്രഫി നമുക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്തപ്പോൾ ഞാൻ എന്റെ ഫോണിൽ നിന്ന് എന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിലേക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ഒഫൻസ്. കാരണം നമ്മുടെ ഇതിന്ന് അപ്ലോഡിംഗ് ആണ്. അത് ഡൗൺലോഡ് ചെയ്താൽ അതും കേസാണ്. അത് ജയിൽ ശിക്ഷ ഒരു 12 പോസ്കോ പ്രകാരം, നിയമപ്രകാരം 12 കൊല്ലം, അതേപോലെ IT ആക്ടും കൂടെ ആയിട്ട് 12 കൊല്ലം വരെ നോൺ വേരിയബിൾ ആയിട്ട് ജയിൽ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, ഉറപ്പ് തന്നെയാണ്. അതൊന്ന്. പിന്നെ ആംസും ആംനോട്ടിക്സും, അതായത് വെപ്പൺസ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്, സൈബർ സെല്ലുകാരുണ്ട്. യു വിൽ ബി പുട്ട് ബിഹൈൻഡ് ദ ബോക്സ്. എത്ര എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയാലും അത് പിടിക്കും. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ചൈൽഡ് പോണോഗ്രഫി, സെക്കൻഡ് ആംസ്, തേർഡ് ഡ്രഗ് ഡീലിങ്സ് ആണ്. അതും ഡ്രഗ് ഡീലിങ്സും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് ഊരി പോരാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് റിലേറ്റഡ് ടു ദ നേഷൻ. അപ്പൊ അത് പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ചല്ല അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതും ശിക്ഷയാണ്. പിന്നെ നെഗറ്റീവ് കമന്റ്സ്, അത് ഞാൻ പറയുന്നില്ല, അത് നമ്മൾ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ഫേക്ക് ന്യൂസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒന്നും കൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം, ചൈൽഡ് പോണോഗ്രഫി ഇത് 2025-24 ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 വരുമ്പോ ഫസ്റ്റ് ചൈൽഡ് പോണോഗ്രഫി, ഡ്രഗ് ഡീലിങ്സ്, ആംസ്, പിന്നെ ലീഡേഴ്സിനെ കുറിച്ച്, നേഷനെതിരേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കലാപം ഉണ്ടാവാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അകത്തന്നെ പോകും. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ. ഇനി അടുത്ത കേസാണ്, ഇനി അടുത്തതിലേക്ക് വരെ ഫേക്ക് ന്യൂസ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഫേക്ക് ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ പെടുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പം രാജ്യത്തിലിപ്പം ഈ അടുത്ത് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, നമ്മുടെ CM US പോയത് കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്തിട്ട് ഒരു ചാനലിൽ കണ്ടു. അത് ഫേക്ക് ന്യൂസ് ആണ്. കാരണം വിസിറ്റ് വിസയ്ക്ക് അതിന്റെ ആവശ്യമില്ല. അതവിടെ സ്റ്റുഡന്റിനോ ജോബ് വിസയ്ക്കോ ആണുള്ളത്. അത് കേസ് എടുത്തിട്ടുണ്ട്. അതിനുള്ള ചാനലിനെതിരെ, ഏതാ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചാനലിനെതിരെ ലീഗലായിട്ട് കേരള ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരെയും ഇത് ബാധിക്കും. കാരണം ഒരു സുഹൃത്തുനിന്ന് ഒരു സുഹൃത്തിലേക്ക് ഇത് വന്നു വാട്സപ്പില്, ആ സുഹൃത്ത് വേറെ സുഹൃത്തിനെ അയക്കുമ്പോൾ അയാൾ അപ്ലോഡാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയാൽ നിങ്ങൾ അത് ജെനുവിനാണോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഫാക്ട് ചെക്കർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു സുഹൃത്തിനോട് ഫാക്ട് ചെക്കർ നോക്കുക, അതിനൊന്നും സമയം കിട്ടിയാൽ എല്ലാവർക്കും ഞാനായിരിക്കും അകത്ത് പോകും. അത്രയേ ഉള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ട് സൈബർ സെല്ലുണ്ട്, സൈബർ ഡോം ഉണ്ട്, സൈബർ വളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഇന്ന് കേരള സൈബർ സെല്ലും ഇന്ത്യൻ സൈബർ, അതായത് നാഷണൽ സൈബർ വിങ്ങും വളരെ സൂപ്പറാണ്. അത് പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചേയിരിക്കും. പിന്നെ
മുഖ്യമന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ, അയൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കെതിരെയൊക്കെ പോസ്റ്റ് ഇടുമ്പോ ഫേക്ക് അക്കൗണ്ട് എന്ന് ഞാനിട്ട് എങ്ങനെ പിടിക്കുന്നു ചോദിക്കുന്ന ആൾക്കാർ, വിദ്യാർത്ഥിമാരുണ്ട്. അവർക്കുള്ള മറുപടി ഏതാ? നിങ്ങൾ നിങ്ങളുടെ സെയിം മൊബൈലിൽ തന്നെയാണ് ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ IP മാക്കും ഇന്ന് സൈബർ സെല്ലിനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. അതൊരു വാൽക്കഷ്ണമായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി. അപ്പൊ ഇത്ര ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഫേക്ക് ന്യൂസ് അല്ല ഷെയർ ചെയ്യേണ്ടത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.